ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കോഴി കുമ്പളങ്ങ കറിയാണ് ചെയ്യണത്. ചിക്കൻ്റെ ചൂടിനെ കുമ്പളങ്ങ കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു തനി നാടൻ കറി. അതൊരു പാലക്കാടിൻ്റെ സ്പെഷ്യൽ കറിയാണ്. അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനൊരു 4 സവാള എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീളത്തിൽ കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് പിന്നെയും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വഴറ്റി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോഴത്തേക്കും ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തതിനപ്പോഴത്തേക്ക് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് കിട്ടും. എന്നിട്ട് അതിനെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കളറൊക്കെ നല്ല ചേഞ്ചായി നന്നായിട്ടൊന്ന് വഴണ്ട് നല്ല രീതിക്കൊന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പറായിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില, കുറച്ചല്ല ഞാൻ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്തിട്ട്. അപ്പോൾ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യല്ലേ, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം. ഇതിലോട്ട് ഞാൻ ഒരു 4 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ കളറൊക്കെ ഏതാണ്ടൊന്ന് ചേഞ്ച് ആയിട്ട് ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാമേ. ഞാനിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ എത്രയാണെന്ന് വെച്ച് അത് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു മസാലേൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കണം. പച്ചമണം എല്ലാം മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാമേ. ഒരു തക്കാളിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. തക്കാളി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങേൻ്റെ തോടെല്ലാം ഞാൻ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഞാൻ കോഴിയും കുമ്പളങ്ങയും കോഴി എത്രയാണോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഞാൻ കുമ്പളങ്ങയും എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്ക് കുമ്പളങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു മസാലയെല്ലാം ഈ കുമ്പളങ്ങയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിലെല്ലാം ഒന്ന് കുക്കായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചിക്കനും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി നല്ല രീതിക്ക് ഇളക്കി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്കൊന്ന് കൊടുക്കണേ. നന്നായിട്ട് അപ്പോഴത്തേക്ക് ഈ ഒരു മസാല എല്ലാം ഈ ഒരു ചിക്കനിലൊക്കെ പിടിച്ച് നമ്മൾ ഈ ഒരു ചിക്കൻ്റെ ആ ഒരു എന്താ പറയാനായിട്ട് ആ ഒരു രുചിയും എല്ലാം കൂടെ നമുക്ക് ആ കുമ്പളങ്ങയിൽ കൂടെ കിട്ടുമ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ കറി. ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഞാനിത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ഞാൻ ഇതിലോട്ട് വെള്ളമോ ഒന്നും ചേർക്കുന്നില്ലേ. കുമ്പളങ്ങയിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങും, ചിക്കനിലും ആവശ്യത്തിന് വെള്ളമുണ്ട്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വെള്ളം വേണമെന്ന് തോന്നണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ആവശ്യമില്ലാണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ലൂസായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ ചിക്കനും കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം പിന്നെ ആവശ്യമുണ്ട് എന്ന് തോന്നണമെങ്കിൽ മാത്രം എക്സ്ട്രാ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെയൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്നും കൂടെ കൊടുക്കണേ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നതുകൊണ്ട് പിന്നെ കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് റെഡിയായിട്ട് വരാനായിട്ട്. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. കുമ്പളങ്ങ ഒന്നും വെന്ത് ഇതായിട്ടില്ല, കുറച്ച് ടൈം എടുക്കും കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ വീണ്ടും ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ കണ്ടല്ലോ നല്ല ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ചിക്കനിൽ നിന്നുള്ള വെള്ളവും കുമ്പളങ്ങയുടെ വെള്ളവും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു ഗ്രേവി പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുമ്പളങ്ങ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ നോക്കിയപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടായിരുന്നു, കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ എന്താ കണ്ടല്ലോ നല്ല രീതിക്ക് കുമ്പളങ്ങ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുമ്പളങ്ങയും കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണേ. അപ്പോൾ ഞാൻ 1 പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ചും കൂടെ പെരുംജീരക പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരക പൊടി ഒന്ന് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് തിളച്ച് വീണ്ടും ഒരു തിളയും കൂടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ടിനി തേങ്ങാപ്പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലും കൂടെ ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ ഫ്ലെയിം വെച്ചിട്ട് ഞാൻ കുക്ക് ചെയ്തിട്ടില്ല. ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു ചൂടിൽ തന്നെ തേങ്ങാപ്പാലെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ നമ്മളെ കോഴി കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
നമ്മൾ ആ പാലക്കാടിൻ്റെ ആ ഒരു സ്വാദ് കിട്ടുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ ഓപ്ഷനിലാണ് കുറച്ച് മല്ലിയിലയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി രുചിയായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉറപ്പായിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. പ്രത്യേകിച്ച് രുചി വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ബൈ.